ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ എണീറ്റതേ ഉള്ളൂ. ഇപ്പം സമയം തിങ്ക് 11 മണിയായി കാണും. അപ്പോൾ ഇനി ഹാഷിൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെ ഇപ്പോൾ അജിനും വിനയം കാണും. ഇനി ഞാനായിരിക്കും ചെല്ലുന്നത്. ഇനി വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, ഞാൻ കുളിച്ച് റെഡി ആവട്ടെ. ഹായ്, അസ്തല ബിസ്ത അഡിയോസ് ബിസ്ത ഗായ്സ്. അങ്ങനെ റെഡിയായി. ഞാൻ ഇനി കുളിച്ച് റെഡിയായി നാസിൻ്റെ വീട്ടിലോട്ട് പോവാം. കാൽവിൻ അപ്പോൾ ഗായ്സ്, നാസിൻ്റെ വീട്ടിൽ പോയി വീഡിയോ എടുക്കണം. പിന്നെ കുറച്ച് പരിപാടി ഇന്നുണ്ട്, ഒരുപാടുണ്ട്. വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ് ഗായ്സ്. പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ. പിന്നെ പകുതിയുള്ള സ്ഥലത്ത് കയറി നിന്നു. മഴ പെയ്യാത്ത സ്ഥലത്ത് കയറി നിന്നു. അവന്മാരും അവിടെ ഇരിക്കണം. അവന്മാർ ആശിറിൻ്റെ വീട്ടിൽ, ഞാൻ പുറത്ത്. ഇന്ന് വീഡിയോ എടുക്കും നടക്കൂല മിക്കവാറും. അപ്പോൾ മഴ കുറഞ്ഞു. ഇനി ഞങ്ങളുടെ വീഡിയോ എടുപ്പാണ്. വിനായക് ബ്രോ ഒന്ന് മുഖം കാണിക്കും. കുറേ നാൾക്ക് ശേഷം വിനായക് ബ്രോ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിനായക് ബ്രോ ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ആരോഗ്യവാനല്ല, എന്നാലും വീഡിയോയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യവും വെളിയിലെടുക്കും. ഇന്ന് പിഴി ഞങ്ങൾ ഇന്ന് മഴ അങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇപ്പോഴാണ് എല്ലാവരും എത്തിയൊന്ന് ജോയിൻ ആയത്. ഇനി വീഡിയോ എടുക്കുന്നു, കാര്യത്തിലേക്ക് തൊഴിലും പോടാ. ഇതാണ് നമ്മളെ തൊഴിൽ. അവിടെ എന്താ കൗണ്ടർ വിട്ടു കേട്ടോ ബേക്കിക്കുന്ന വ്യക്തി അനിമോൻ. ഓക്കെ, നമ്മൾ ബാക്കി വീഡിയോക്ക്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ ഇതെങ്ങനെ ലൊക്കേഷൻ കാണിക്കും? തിരിച്ച് കാണിക്കണമല്ലേ? അജിൻ ബ്രോ, എന്താണ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? കുറെ നാൾക്ക് എന്തായിരുന്നു താങ്കളുടെ ബിസി? അല്ലെ, കുറെ നാൾ ഞാൻ ഇന്നലെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതിന്റെ പുള്ളിക്ക് സൂര്യാഘാതം ഏറ്റു. അങ്ങനെ പിറവൊക്കെ പൊള്ളിപ്പോയി, ചെറുതായിട്ട് പൊള്ളിപ്പോയി. ആരും കാണരുത് ഈ വീഡിയോ ആരും കാണരുത്. അവിടെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ ആശർ മാറി നിന്ന് ഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്കളുടെ ഇന്ന് എന്താണ് വീഡിയോ എടുക്കാൻ പോകുന്നത്? ഇന്നൊരു ഗംഭീര സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ചെയ്യാൻ എനിക്ക് ഒരു സമയം. എന്താണ് പിന്നെ അജിൻ ബ്രോ കണ്ടന്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. ഓക്കെ, പറയത്തില്ല, എടുക്കുമ്പോഴേ അറിയാം. ആശർ വീഡിയോ ഇട്ടായിരുന്നു ഇവന്റെ കണ്ടന്റ് ഫുൾ. ഞാൻ വീഡിയോ ഇട്ടാ ആള് പറയണ ആ വീഡിയോ കൂടെ ഇടാ ആരും കണ്ടില്ലടാ അത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഓരോ സീക്വൻസ് കാണിച്ച് അകത്ത് കയറിയിരിക്കുന്നു. സീക്വൻസ് കാണിച്ചു തരാം. ഇന്ന് ഫുള്ള് നമ്മൾ വ്ളോഗിൽ കൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്. ഇവിടെ നോക്ക് ക്യാമറ നോക്കടാ. ഓക്കെ. ചൂടത്ത് കുടിക്കാൻ പറ്റിയ സാധനം. ഇതിന്റെ പേര് മിൽക്ക് സർബത്ത്. നമ്മളെല്ലാവരും കുടിക്കുകയാണ്. ഇതുവരെ വീഡിയോ എടുത്ത് തുടങ്ങിയില്ല. ഇത് കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഐസ് മിൽക്ക് സർബത്ത്. മിൽക്ക് സർബത്ത് ഞാൻ ഇത് കണ്ട് എന്നിട്ട് ഈ എഡിറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു. ഞാൻ എഡിറ്റ് ചെയ്തത് ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അവന്റെ ഔദാര്യത്തിൽ ജീവിച്ചു. വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച എന്ന് കേട്ടാ ഒരു 4 വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ. അതായത് ഇവൻ വന്ന് ഫസ്റ്റ് 4 വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ കേറിയില്ലെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിന്റെ കൂടെ പിണങ്ങി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് ഇവൻ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റില്ല. ഒരാഴ്ച കിടന്ന് ഇങ്ങനെ ആക്കിയടാ. എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ട് അജിനെ എങ്ങനെയാലും അത് എടുത്തിടാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് വന്ന ഇവൻ ഇത് പിന്നെ എന്തിനാ പറയാനുള്ളത്? തർക്കം കഴിഞ്ഞു. ഇനി വീഡിയോ എടുക്കാല്ലേ? വെള്ളം ഇനി നിന്റെ അടുത്ത് നീ കുറച്ച് നിങ്ങൾക്ക് ഇവന്റെ താക്കോലിച്ചിട്ട് ഉപയോഗമില്ല. അക്കോട് ആരെടുത്ത് വെച്ച് അല്ല ബ്രും ക്യാമറമാൻ ആയിരുന്നു കാണിച്ചോളൂ എല്ലാവർക്കും. ക്യാമറമാൻ വേണുവിനൊപ്പം രേണുക. അയ്യോ സോറി, ചരിച്ചെടുക്കാൻ വിനായനെ നോക്കി. നീ എന്തിയടാ നീ എടുത്താടേ? കണ്ടിന്യൂറ്റി വീഡിയോ. ഞാൻ ഇതിന് നിന്റെ ഒക്കെ ചാവി എടുക്കുന്ന സംഗതി ഏറ്റു തുടങ്ങി. ഇവിടെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വല്ലതും നടക്കും. ഇവന്മാരെ ഇതിൽ കയറി പിടിക്കാം. 2x
അതാടാ ഞാനും കണ്ടതാ. എന്ത് നിനക്ക് എപ്പോഴും വീഡിയോ തുടങ്ങിയ അല അല ആളെ മനസ്സിലായില്ല നിനക്ക്. നിന്റെ അടുത്ത് ഭയങ്കര ചിരിച്ചും കളിച്ച് നിൽക്കും അവൻ. നീ അറിയാതെ എടുത്തേണ് കേട്ടാ. ഇനിയിപ്പൊ പല അടവ് ഇറക്കും. ആശ്ര നീ അല്ലടാ എടുത്തത്, പറടാ. ഇത്ര നേരം സഹകരിച്ച് ക്യാമറമാനായിട്ട് നിന്ന, അത് കുറച്ചു നേരമേ ഉള്ളൂ, 5 മിനിറ്റ് നിന്ന 15 മിനിറ്റ് താനോസിന്റെ മകന് നന്ദി. ഫോട്ടോ എടുത്തുകൂടായിരുന്നു. ഏത് വാഞ്ചി? ഇത് എന്റെ ഫാനാണ്. എന്റെ അഭിനയം നല്ലതല്ലേ? ഇതാരടാ ഇവിടെ? നല്ലതല്ലേ? തിരിച്ചാണ്. ഇതാണ് നമ്മളെ ആദു കൂട്ടാൻ. അയ്യോ ആദു അത് ചക്കട് വാവേ ഡുംബിടൂ ചിക്കട്. സൂര്യൻ വന്നു വിളക്കൂതി. ഒരു കടി കടിക്കട്ടോ അങ്ങനെ. റിമോട്ട് കാരണൊക്കെ വന്ന് മറിഞ്ഞു. നമ്മളെ സ്വന്തം മോനാണ്. തലയിരിഞ്ഞു. ഇതാണ് എന്റെ ടീം. ഞാൻ ഇഞ്ചുറി കാരണം ഞാൻ കളിക്കുന്നില്ല. പറഞ്ഞോളൂ അമ്മ, എന്റെ ഇമ്പാക്ട് പറഞ്ഞു കൊടുത്തു. ഹായ്, ഏത് കൈത്? ഹായ് ഹായ്, എല്ലാവരും പരിചയപ്പെടുന്നു. ഹായ് ബ്രോ. ബ്രോ കമോൺ. അപ്പൊ നമ്മൾ ടീമിന്റെ കളിയാണെന്ന്. അപ്പൊ എല്ലാരും നല്ല നല്ല കളി കളിക്കണം മോനെ. പെടുത്ത കഴിയുന്നല്ലേ? ആ ഗൈസ് എല്ലാരും കഴിയുന്നില്ലേ? നമുക്ക് ഇനി കളിയാണ്. പിന്നെ സെൻറ്റർ കളിക്കുന്നത് നൈഫ്, നാമലെണ്ണ, ഫ്രണ്ട് കളിക്കുന്നത് പപ്പി, അലി, ലാസമാണ്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കളിക്കുന്നത്. നമ്മൾ കളി നോക്കിയിട്ട് മാറ്റി ഇറക്കാം. നല്ല കളി കളിക്കണം. നല്ല ഗ്രൗണ്ടാണ്. ഗോൾ സ്കോർ ചെയ്ത് തന്നെ കളിക്കണം. ഫ്രണ്ടും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. നല്ല ടീമാണ്, അറിയാമല്ലോ, ഇരുന്ന് നല്ല ടീമാണ്. ഫ്രണ്ടും കൂടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ബാക്കി വിങ് അറ്റാക്ക് ചെയ്യുന്ന കളി കേട്ടോ. നല്ല രീതിയിൽ കളിക്കും. അല്ലെങ്കിൽ സ്കോർ കളിക്കണം കേട്ടോ. വലിയ ഗ്രൗണ്ടാണ് വലിച്ച് എടുത്ത് കളിക്കാൻ വെച്ച് നല്ല അടി വരും കേട്ടോ. നമ്മൾ അടിക്കുന്ന ടീമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. യൂസ് ചെയ്ത് കളിയാക്കാം. സ്കോർ ചെയ്ത് കളിക്കണം. ഇപ്പോൾ ഫ്രണ്ടും ബാക്ക് വരെ കളിക്കണം. അല്ലോ വന്നിരുന്നെങ്കിൽ പൊളിച്ച് തിരിച്ചറങ്ങ. ഞാൻ തന്നെ സ്വയം കോച്ചായി എൻ്റെ ടീമിനെ നയിക്കുകയാണ്. സ്വന്തം പ്രഖ്യാപിത കോച്ച്. വേറൊരു കോച്ച് ഇതായി പോണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങളെ ടീം തോറ്റു. പിള്ളേർക്കൊക്കെ ഇത്തിരി ഉപദേശം കൊടുത്ത് ഞങ്ങൾ അപ്പോഴേ ഇറങ്ങി. അത്രേ ഉള്ളൂ. അതിനുശേഷം ഇത് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അടുത്ത കളിയിലേക്ക് നമ്മൾ അപ്പോഴേ പോയി ക്രിക്കറ്റ് കളിക്കാൻ. ഷിഫ്റ്റ് മൂവ് ഓൺ ചെയ്തു. അതെ. എന്താണ് അനിമോൻ പറയാനുള്ളത്? നമ്മുടെ ടീമിന്റെ എതിർ ടീം നല്ല എടുക്കൂല. വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുവാ. ഇല്ല ഗൈസ്, നമ്മൾ അജിന്റെ 6 ഞങ്ങള് വീഡിയോ ക്ലൈമാക്സ് നമ്മൾ ഇടുന്നേ. ഓക്കെ ചിലപ്പോ ഇടൂല. ബിഗ്ഗസ്റ്റ് ഫിയർ? മിന്നൽ, ഇടിമിന്നൽ. എന്റെ ജീവിതത്തിലെ ഏറ്റവും പേടി തോന്നിപ്പിക്കുന്ന കാര്യം എന്താണ്? അജിൻ ജോയ് എപ്പോ ആക്രമിക്കാന്ന് എനിക്കറിയില്ല. അദ്ദേഹം എപ്പോ വേണമെങ്കിലും ആക്രമിക്കാം. എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഓർമ്മകളാണ്. അതെ, എനിക്ക് എന്റെ ഓർമ്മകളെ ഭയങ്കര പേടി. ടാക്ടിക്കലി മൂവ് ചെയ്തു. ഇത് കാണുന്ന ഗേൾസ് എല്ലാം അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കും. എന്റെ ഓർമ്മകളാണ് പേടി. ആശ്ര എന്താണ് പേടി ജീവിതത്തിൽ? എനിക്ക് പേടി മനുഷ്യരാണ്. സത്യം, അത് വലിയൊരു മെസ്സേജാണ് ഗൈസ്. മനുഷ്യരെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണം. സത്യം, മാറ്റി ഇവന്മാരെല്ലാം പേടി ഇപ്പൊ മാറിയുണ്ടോ ഗൈസ്? എന്താണ് പേടി? ഒന്നും പേടിയില്ല. നിന്നെ പേടിയുള്ള ഒരു വ്യക്തി അപ്പൊ വണ്ടി ആൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമാണ്. ഫോൺ എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലൊക്കെ കുത്തി കയറ്റിക്കൊണ്ടുവരും. ഒരു വീഡിയോയുടെ 2 അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇല്ലല്ല, ഇത് ഞാൻ ചുമ്മാ പണിയിലെത്തി പറഞ്ഞ ഫുൾ ആരുടെ കാര്യം ഞാൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ഈ കേൾക്കുന്നവർക്ക് ശ്വാസം
ഇത് സ്വന്തം വണ്ടി സംസാരിക്കുന്നുണ്ട്. ആൾക്കാർ പേടിച്ചാൽ തോന്നുന്നു. ഞാൻ വലിയ കാർ എന്തൂസിയാസ്റ്റിക്കൊന്നുമല്ല. ഇത് ഇവിടെയാണ് ടയർ ഇടുന്നത്. ഒരു ടയർ ഇവിടെ, മൊത്തം വണ്ടിക്ക് 4 ടയറാണ് വരുന്നത്. ഒരു ടയർ ഇവിടെ. അപ്പം ഈ സ്ഥലത്ത് ടയർ 1, 2 ടയർ, അങ്ങനെ മൊത്തം 4 ടയറാണ് വരുന്നത് വണ്ടിക്ക് 4 ടയറാണ്. ഇത് ഡോർ തുറക്കുന്ന ഇതാണ്. ഇങ്ങനെയാണ് ഡോർ തുറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്കഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം വണ്ടിയാണ്. നമ്മൾ ഇതിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്ത്യ അകത്തിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് വണ്ടി പണിഞ്ഞിട്ട് ഒരു വരവ് വരുന്നുണ്ട്. അവിടെ വേറെ സാധനം അടിക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വേറെ നമ്മൾ തിരിച്ചാണ് ഫാമിലി ഓഡിയൻസൊക്കെ ഒന്ന് കേൾക്കുക. കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് എന്തിനാണ് പറയുന്നത്? നീ എന്തിനാണ് എടുക്കുന്നത്? വ്ളോഗിടെ നീയോ എടുത്ത് ഞാനേ എടുത്ത്. ഗൈസ് എനിക്കിതൊക്കെ ഞാൻ പണ്ട് തൊട്ടേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പണ്ട് തൊട്ടേ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഞാൻ എല്ലാം 10 വർഷം പുറകിലോട്ടാണ്. വിച്ച് മീൻസ് എന്തിനാണ് കറണ്ട് വരെ പോയി അടിച്ചു പോയി. വിച്ച് മീൻസ് ഞാൻ എല്ലാം 10 വർഷം പുറകോട്ടാണ്. ഞാനൊരു കാര്യം ഇപ്പോൾ എനിക്ക് ഇന്ന ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 5 വർഷം കുറേ ടൈം എടുത്തായിരിക്കും ഞാൻ അതിലോട്ട് വരുന്നത്. അത് എൻ്റെ പ്രശ്നം തന്നെയാണ്. സ്ലോ ആണ് ഞാൻ എല്ലാ കാര്യത്തിലും. ഈ വ്ളോഗ് ഈ വീഡിയോ ഇടുന്ന പരിപാടിയൊക്കെ ഞാൻ ആക്ച്വലി ഒരു കുറേ വർഷം മുമ്പ് ആഗ്രഹിച്ചൊരു കാര്യമാണ്. എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയില്ല. അന്ന് വെച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തന്നെ മടി പിടിച്ചിരുന്നു. പിന്നീടാണ് എനിക്കിപ്പോൾ ഒരു മൈൻഡൊക്കെ വന്ന് വീണ്ടും നല്ല ഇപ്പം ചെയ്തു തുടങ്ങിയത്. ഓൾറെഡി എനിക്ക് മുമ്പേ ഇല്ല പെട്ടെന്ന് വന്നൊരു ഇത് വന്നിട്ട് ഇപ്പോൾ എന്തിനാണ് കാണിക്കാൻ തോന്നുന്നത്. എനിക്ക് ഓൾറെഡി എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ എല്ലാത്തിനും ഡിലേ ആണ് കഴിച്ചത്. എന്തൊരു കാര്യം എടുത്താലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡിലേ ആവുന്നത് എൻ്റെ മടിയും എൻ്റെ ഓരോ കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സമയം അനുസരിച്ച് വരും അല്ലേ വിനായക? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ? അതെ, അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. ഓക്കെ, അതെ, വണ്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല ഇത് വേറെ വേറെ വരാം.